വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമുക്ക് എല്ലാവർക്കും പാടെ പുറത്ത് പോയിട്ട് ഒരു നല്ല ചായ ഒക്കെ കുടിച്ചാലോ എന്ന് വിചാരിച്ചു. പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഈ ഇടയായിട്ട് പുറത്ത് പോയി ചായ കുടിക്കണ ശീലം ഞങ്ങൾക്ക് നല്ലോണം കൂടിക്കണം. മഴ പെയ്യുമ്പോൾ പുറത്തിറങ്ങണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നല്ല മഴയത്ത് നല്ല സ്ട്രോങ് ടീയും നല്ല ചൂടുള്ള കടിയൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. എന്തുണ്ടായിന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ കൈ ബെഡിൽ കുത്തി എന്തോ സംഭവിച്ചു. എൻ്റെ എന്തോ മസിൽ പിടിച്ച പോലെ സംഭവിച്ചു. പക്ഷെ അപ്പം എനിക്ക് വലിയ വേദനയൊന്നും തോന്നില്ല, കുറച്ച് വേദനിച്ചു. എന്നിട്ട് രാവിലെ നീച്ചപ്പത്തിനും ഭയങ്കര സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കൈ നല്ല വേദനിക്കാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടറിനെയൊക്കെ പോയി കണ്ടപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചു. എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഒടിവൊന്നുമില്ല, പക്ഷെ നല്ല നീരുണ്ടായിരുന്നു. ആ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പ്രത്യേകിച്ച് വലത്തേ കൈനായിരുന്നു അത് സംഭവിച്ചത്. പിന്നെ ഡോക്ടർ ബാൻഡേജും കാര്യങ്ങളൊക്കെ വെച്ച് തന്നു. എനിക്കാണെങ്കിൽ വേദന ഏതീ കൂടെയും വന്നാൽ ഞാൻ അങ്ങോട്ട് ആകപ്പാടങ്ങോട്ട് കൊയ്യും. പിന്നെ ഡോക്ടർ കുറച്ച് ദിവസത്തിന് ആ കൈയെ ഇളക്കാനേ പാടില്ല, നന്നായിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലത്തേ കൈ ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനും നേരെണ്ണത്തിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇമ്മയാണ് എനിക്ക് ഫുഡൊക്കെ വാരി തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഓർഡർ ചെയ്തൊരു സാധനം വന്നു. വേറെ ഒന്നുമല്ല, വാച്ചാണ്. എൻ്റെ അടുത്ത് ഈ ഒരു കളറിലുള്ള വാച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വാങ്ങാൻ. നല്ലൊരു വിൻറ്റേജ് ടൈപ്പ് പോലെ തോന്നി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായി. പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ഒരാൾ തന്നെ തെരഞ്ഞു വരുന്നു. നമ്മുടെ കണ്ണ് തെറ്റി ഇപ്പോൾ സ്റ്റെയർ കൂടെ കയറി നടക്കലാണ് അയൺ ബേബിൻ്റെ പണി. ഫുൾ ടൈം ഈ ബാൻഡേജും കയ്യിലിട്ട് നടക്കണോട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഐസ് വെക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഐസ് ഒക്കെ വെച്ചു. ഈയിടെയായിട്ട് ഓരോ പ്രശ്നങ്ങൾ വരിവരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറിനെ ഇനിയും പോയി കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇനി എന്താ ഡോക്ടർ പറയാ, ഇനിയും ബാൻഡേജിട്ട് നടക്കേണ്ടി വരുമെന്നൊന്നും അറിയില്ല. സ്റ്റിൽ ഞാൻ ഈ വയ്യാത്ത കൈയും വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഡെഡിക്കേഷൻ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കയ്യിന് വയ്യെങ്കിലും സ്കിൻ കെയർ മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.